നമസ്കാരം. പാലക്കാടൻ വാർത്തയിലേക്ക്. പാലക്കാട് ജില്ലയിലെ പ്രാദേശിക വാർത്തകൾ സമഗ്രമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ്. നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾ, സംഭവങ്ങൾ എന്നിവ എല്ലാം പാലക്കാടൻ വാർത്തകളിലൂടെ ഇനി ലോകമറിയും. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന വിശേഷങ്ങളും അവയുടെ വീഡിയോകളും ഞങ്ങൾക്ക് അയച്ചു നൽകി ഞങ്ങളോട് സഹകരിക്കുമല്ലോ. ഇന്ത്യയിലെ കേരളത്തിലെ പാലക്കാട് നഗരത്തിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഭാരതപ്പുഴയുടെ കൈവഴികളിലൊന്നായ കൽപ്പാത്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് ഇത് പ്രസിദ്ധമാണ്. കൽപ്പാത്തി അതിന്റെ അഗ്രഹാരം അല്ലെങ്കിൽ പരമ്പരാഗത ഗ്രാമത്തിനും പ്രശസ്തമാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ഗ്രാമമാണിത്. വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് കൽപ്പാത്തിയിലേക്ക് കുടിയേറിയ ബ്രാഹ്മണരുടെ ഏകദേശം 4 അഗ്രഹാരങ്ങളുണ്ട്. വിശ്വനാഥ സ്വാമി ക്ഷേത്രം ഒഴികെയുള്ള നിരവധി ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. വാർഷിക ഉത്സവമായ കൽപ്പാത്തി രഥോത്സവം ഇവിടെ നടക്കുന്നു. രഥങ്ങൾ പ്രധാന ആകർഷണമാണ്. കൽപ്പാത്തിയും അതിന്റെ സമീപ പ്രദേശങ്ങളും കോളനികളിലും അപ്പാർട്ട്മെന്റുകളിലും വലിയ ജനവാസ കേന്ദ്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇത് നഗരത്തിലെ പ്രധാന പാർപ്പിട മേഖലകളിലൊന്നായി മാറുന്നു. ക്ഷേത്രങ്ങൾ: ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രം, ശ്രീ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം, ശ്രീ പ്രസന്ന മഹാഗണപതി ക്ഷേത്രം, മന്തക്കര ശ്രീ മഹാഗണപതി, ശ്രീ വരദാജ പെരുമാൾ ക്ഷേത്രം, വൈദ്യനാഥപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം. നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ് കൽപ്പാത്തി സ്ഥിതി ചെയ്യുന്നത്. കൽപ്പാത്തിയെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കാൻ സിറ്റി സർവീസ് ബസുകൾ ഉണ്ട്. ഏറ്റവും അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളവുമാണ്. കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രം, അല്ലെങ്കിൽ പ്രാദേശികമായി കുണ്ടുകോവിൽ എന്നറിയപ്പെടുന്നു, കേരളത്തിലെ പാലക്കാട് കൽപ്പാത്തി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രമാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രോത്സവങ്ങളിലൊന്നായ വാർഷിക കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന സ്ഥലമാണിത്. ശാന്തമായ കൽപ്പാത്തി നദിയുടെ നിലാനദി തീരത്താണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവനും അദ്ദേഹത്തിന്റെ ഭാര്യയായ വിശാലാക്ഷിക്കും പാർവതിയുടെ മറ്റൊരു പേര് സമർപ്പിക്കുക. ഇത് 15-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. ഗംഗാനദിയുടെ തീരത്തുള്ള വാരണാസി കാശി വിശ്വനാഥ ക്ഷേത്രത്തോടുള്ള സാമ്യമാണ് കാശിയിൽ പകുതി കൽപ്പാത്തി എന്ന പേരിനും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദക്ഷിണ കാശി എന്ന പേരിനും കാരണം. ക്ഷേത്രത്തിനു ചുറ്റും 4 തമിഴ് ബ്രാഹ്മണ അഗ്രഹാരങ്ങൾ അല്ലെങ്കിൽ പരമ്പരാഗത ഗ്രാമങ്ങൾ ഉണ്ട്. പുതിയ കൽപ്പാത്തി, പഴയ കൽപ്പാത്തി, ചാത്തപുരം, ഗോവിന്ദരാജപുരം. ക്ഷേത്രത്തിനു പുറത്ത്, എന്നാൽ ക്ഷേത്രമുറ്റത്തിനകത്ത്, കൊടിമരത്തിനും നന്ദിമണ്ഡപത്തിനും ഇടയിൽ ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ശിലാഫലകത്തിൽ കോലെഴുത്ത് ഒരു ലിഖിതമുണ്ട്. മലയാള കാലഘട്ടം 600-1424 കുറയ്ക്കുക 25 പാലക്കാട് രാജകുടുംബാംഗമായ ഇട്ടിക്കൊമ്പി അച്ഛൻ നൽകിയ ചില രേഖകൾ ഈ ലിഖിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെളിവനുസരിച്ച് ക്ഷേത്രം അതിനു മുമ്പ് സ്ഥാപിക്കപ്പെട്ടതായിരിക്കണം. എന്നാൽ കൊല്ലങ്കോട് വെങ്കിടനാരായണയരുടെ ബ്രാഹ്മണ പത്നിയായ ലക്ഷ്മി അമ്മാളിന്റെ മാതൃകയിലാണ് ക്ഷേത്രം പ്രതിഷ്ഠിച്ചതെന്ന് ഗ്രാമവാസികൾ അവകാശപ്പെടുന്നു. അവളുടെ ഒരു സന്ദർശന വേളയിൽ അവർ കാശിയിൽ നിന്ന് വാരണാസി ശിവലിംഗം കൊണ്ടുവന്നതായും ഒരു ക്ഷേത്രം പണിയാനും ലിംഗം സ്ഥാപിക്കാനും അവർ ആഗ്രഹിച്ചതായും റിപ്പോർട്ടുണ്ട്. കൽപ്പാത്തിയിൽ എത്തിയപ്പോൾ അവൾ ഭർത്താവിനൊപ്പം അന്നത്തെ പാലക്കാട് രാജാവിന്റെ സഹായത്തോടെ കൽപ്പാത്തിയിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചു. ഈ വിഗ്രഹം എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിൽ വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ബിസിനസ് സമൂഹത്തിന് എല്ലാ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞുകൊണ്ട്. നിളാ നദിയുടെ തീരത്താണ് ക്ഷേത്രം. ഈ അഭ്യർത്ഥനയുമായി അവൾ അന്നത്തെ പാലക്കാട് രാജാവിനെ, രാജകുമാരൻ, സമീപിച്ചുവെന്ന് ഗ്രാമവാസികൾ വിശ്വസിക്കുന്നു. അദ്ദേഹം ഉടൻ സമ്മതിക്കുകയും ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. ലക്ഷ്മി അമ്മാളാണ് രാജകുമാരൻ 1320 സ്വർണ്ണ നാണയങ്ങൾ നൽകുകയും ക്ഷേത്രകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തെന്നും പറയപ്പെടുന്നു. അക്കാലത്ത് ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന സോമസുന്ദര കുറുക്കലിന്റെ കാലത്ത് ഈ താളിയോലകളിൽ സൂക്ഷിച്ചിരുന്ന ഒരു രേഖ നഷ്ടപ്പെട്ടതായി കരുതപ്പെടുന്നു. ശ്രീ സോമസുന്ദര കുരുക്കളുടെ നിവേദനങ്ങൾ അനുസരിച്ച് ലക്ഷ്മി അമ്മാളിനെ സമീപിച്ച രാജകുമാരൻ ഇട്ടിൽക്കൊമ്പി അച്ഛനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാജകുമാരൻ വലിയ കോണിക്കൽ മാടത്തിൽപ്പെട്ട തന്റെ പിൻഗാമികളെയാണ് ക്ഷേത്രഭരണം ഏൽപ്പിച്ചതെന്ന് ശ്രീ സോമസുന്ദര കുരുക്കളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പരിപാലനത്തിനുമായി രാജകുമാരൻ ഭൂമിയും സംഭാവന ചെയ്തിരുന്നു. ഈ ക്ഷേത്രത്തിനായി നീക്കിവെച്ച ഭൂമി അദ്ദേഹം ഇനാം അല്ലെങ്കിൽ റവന്യൂ രഹിതമാക്കി. തുടർന്നുള്ള ഭരണാധികാരികളായ ടിപ്പു സുൽത്താനും പിന്നീട് ബ്രിട്ടീഷ് സർക്കാരും ഇത് റവന്യൂ രഹിതമായി തുടരാൻ അനുവദിച്ചു. ഇന്നും ക്ഷേത്രത്തിന്റെ ഭരണം പഴയ രാജകുടുംബത്തിന്റെ പിന്മുറക്കാരനായ ട്രസ്റ്റിയുടെ കൈകളിലാണ്. കൊല്ലങ്കോട്, കൊടുവായൂർ, പൊക്കുന്നി എന്നിവിടങ്ങളിൽ ലക്ഷ്മി അമ്മാളും മറ്റു 3 ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു.
സ്വാഭാവികമായും അവൾ വാരണാസിയിൽ നിന്ന് കൊണ്ടുവന്ന ലിംഗങ്ങൾ സ്ഥാപിച്ചു. അവർ ബ്രാഹ്മണർ, കൊല്ലങ്കോട്, ക്ഷത്രിയ, കൊടുവായൂർ, ശൂദ്രൻ, കൊല്ലങ്കോട് പൊക്കുന്നി. സമീപകാലത്തെ സർക്കാരിന്റെ ഭൂപരിഷ്കരണം ഈ ഭൂമിയിൽ നിന്നുള്ള വരുമാനം ക്ഷേത്രത്തിന് നഷ്ടമാക്കിയിരുന്നു. ഭക്തരുടെ വഴിപാടും വഴിപാട് പിരിവും കൊണ്ടാണ് ഇപ്പോൾ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. ക്ഷേത്രത്തിനു മുന്നിലെ കരിങ്കൽ സ്ലാബിലെ ലിഖിതത്തിന്റെ ആദ്യ മുഖത്ത് 4 അതിരുകളുള്ള ക്ഷേത്രത്തിന് സമ്മാനമായി നൽകിയ ഭൂമിയുടെ വിശദാംശങ്ങൾ അടങ്ങിയിരിക്കുന്നു. പഴയ കൽപ്പാത്തി, പുതിയ കൽപ്പാത്തി, ചാത്തപുരം, ഗോവിന്ദരാജപുരം എന്നീ 4 വീഥികളിലെ അഗ്രഹാരം സ്ഥലങ്ങളെല്ലാം ശിലാശാസനത്തിൽ വിവരിച്ചിരിക്കുന്നതുപോലെ നൽകിയിരിക്കുന്ന ഭൂമിയുടെ അതിരുകളിൽ ഉൾപ്പെടുന്നു. കൂടുതൽ പാലക്കാടൻ വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.